മനസ്സിലായോ? ഞാൻ വിഡ്ഢികളെ ഓൾറെഡി വിഡ്ഢികളായവരെ വിഡ്ഢികളാക്കാൻ പോകാറില്ല. പക്ഷെ നിങ്ങൾ വിഡ്ഢികളെ ഈ തൂറി നടക്കണ പോലെ അവരുടെ മുഖം കണ്ടറിയാം. ഒരു കാര്യം ആയിരുന്നു കുട്ടി വാങ്ങിയാലും അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിന്തിച്ചിട്ടും ആ വിഡ്ഢിത്തം മനസ്സിലാക്കാണ്ട് വീണ്ടും ഒരു വിഡ്ഢിത്തം കൂടെ പറഞ്ഞ് ആ വിഡ്ഢിത്തം തന്നെ റിപ്പീറ്റ് ചെയ്ത് എളിഞ്ഞും വളഞ്ഞ് തമ്മിൽ കുഴി ചാടിക്കാൻ കൊണ്ടുപോകണവർ. നിങ്ങൾ ശരിക്കും നിങ്ങളെ ബഹുമാനിച്ച് എളിഞ്ഞ് വളഞ്ഞ് കാണിക്കുന്നതാണ്. അല്ല, നിങ്ങളുടെ പോലത്തെ അതേ നശ്വരമായ സ്ത്രീകളെയും ഹ്യൂമനിസ്റ്റിക് നശ്വര മൃഗങ്ങളെ ആരാധിച്ച് ഈ മെറ്റീരിയലിസ്റ്റിക് ശവങ്ങളെ ആരാധിച്ച് അതേ വളഞ്ഞ ചിരിപ്പിച്ച് നിന്നെ ബഹുമാനിച്ചിരിക്കുന്നതല്ല വിഡ്ഢിത്തം. നിങ്ങളായിരുന്നു കുട്ടി വാങ്ങാൻ പോകണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ചിരിക്കുന്നത് നിന്നെ നോക്കി. അപ്പോൾ നീ ശരിക്കും നിന്നെ ബഹുമാനിച്ച് ചിരിക്കുന്നതാണ്. എടാ, നിന്റെ വളഞ്ഞ മോന്ത നോക്കുന്ന ആദ്യം കണ്ണാടി പോയി നോക്ക്. ഒരു ബർമൂടി ഇട്ടിട്ട് നേരത്തെ ഇട്ടിട്ട് പാൻറ് ഷർട്ട് ഇട്ടിട്ട് അണിഞ്ഞൊരുങ്ങി പോകുമ്പോൾ നീ ബാഹുബലിയായിട്ട് എനിക്കൊരു ബന്ധമില്ല. കാറ് വല്ല പെട്രോൾ തീർന്നാൽ ഉന്താൻ പോകും ബാഹുബലി എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ വെഡിത്തം പറഞ്ഞ് നടക്കണവരാണ്, വെഡിത്തം മരുന്ന് കൂട്ടി വാങ്ങണവർ. ഞങ്ങൾക്കറിയില്ല ഈ വെഡ്ഡികളെ നീ എന്തിനാ വീണ്ടും വെഡ്ഡികളാക്കാൻ പോണ ഈ കുരുട്ട് ശവങ്ങളെ. അത് മനസ്സിലായി. ഗ്ലീഷും എല്ലാം നിന്റെ ഗ്രൂപ്പിലായിരുന്നു കൂട്ടി പീസായി ചത്തവരാണ്. മൂത്തരനിയും സമയം വ്യത്യാസം അറിയാണ്ട് അല്ലേ? എല്ലാ സമയത്തിനും കാലത്തിനും വന്നിട്ടും നിന്റെ വെഡ്ഡി മോന്ത അത് കണ്ണാടി നോക്കണം. ഒരു വെഡ്ഡി സ്ത്രീ നിന്റെ കൂടെ ഇരിക്കണം. ആദ്യം സ്ത്രീ പെണ്ണല്ലേ, അതും അവർക്കും നീ വെഡ്ഡിത്തല്ലാണ്ട് മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ അറിയില്ല, വിവരം നിനക്കൊന്നും അറിയില്ല. എന്നിട്ട് ഈ വെഡ്ഡികളെ ബാക്കിയുള്ള വെഡ്ഡികളെ വീണ്ടും വെഡ്ഡികളാക്കി അങ്ങനെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ വരും വലിയ കാര്യം ചരിച്ചിട്ട്. എന്നിട്ട് അവരെ കൊണ്ട് വെഡ്ഡിത്തം പറഞ്ഞ് ആയിരുന്നു കുട്ടി വാങ്ങിപ്പിച്ച് കത്തി കാര്യം നടക്കണം ഉയർപ്പിക്കാൻ പറ്റുമോ? അതുപോലെ ഇങ്ങനെ ആക്സിഡൻ്റ് ആയി ചെറുപ്പത്തിൽ തന്നെ ആക്സിഡൻ്റ് ആവാൻ നടക്കണവർ കിട്ടിയിട്ടും മതിയെ വരാത്ത ഈ വെഡിത്തമായിരുന്നു കുട്ടി വാങ്ങി ഒരു തരം ഇല്ലാണ്ടാവുക. എന്തൊരു മമ്മൂട്ടി മാമുക്കോയ ഇതിനെ കുറിച്ച് എന്താ പറയുക? 8-10 വർഷം കഴിഞ്ഞ് അവരുടെ ഡിക്കേഡ് കഴിഞ്ഞ് ഇവരുടെ ആരും ചിന്തിക്കാൻ നോക്കാൻ കൂടി പോകണേന്ന്. അവർ വെഡിത്തം കഴിച്ച് ഗുഡ്ക്കും കഴിച്ച് ബീഡിയും വലിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്നുറങ്ങും. ഒരു വളിഞ്ഞൊരു ശരീരം. എന്നിട്ട് ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ തന്നെ ഒരു രസമില്ല കാണുമ്പോൾ. എന്തിട്ടാണ് അതിനൊക്കെ ഈച്ചയും അളിഞ്ഞ സാധനങ്ങളും ഇടാൻ പോണേ? ജീവിക്കുമ്പോൾ തന്നെ അവരുടെ റൂമിൽ ഈച്ചകളാണ്. ജീവിക്കുമ്പോൾ തന്നെ അവരുടെ റൂമിലൊക്കെ നോക്കി പൊക്കോ, അവിടെ ഇവിടെ ഈച്ചകളെ ഇരിക്കുന്നുണ്ടോ? എന്നിട്ട് ഈ ഈച്ചകളെ ഉറങ്ങുമ്പോൾ അവരുടെ മൂക്കിലും വായിലും കയറിയിട്ട് ഈ വെഡിത്തം തന്നെ ആയിരുന്നു ശവം പോലെ കിടക്കും എന്ന് പറഞ്ഞിട്ട് വളഞ്ഞ ചിരിച്ച് ഇങ്ങനെ നടക്കണവർ. സ്വന്തം വീട്ടിൽ കളവ് കിട്ടിയിട്ട് ഒരു പോലീസുകാർ ചോദിച്ച് ഇത് ആവർത്തിക്കരുത്, നാണം കെട്ടുന്നൊക്കെ നടന്ന് സ്വർണം കവർച്ചയെല്ലാം മെറ്റീരിയലിസ്റ്റിക് നേച്ചറെ ആശ്രയിച്ച് ഇങ്ങനെ നടക്കണവർ. നിങ്ങൾക്ക് സ്വയം നിങ്ങളോട് അറപ്പ് തോന്നണല്ലേ? നിങ്ങളുടെ തലയിൽ എഴുതിയൊക്കെ നിങ്ങൾ സ്വയം വെഡ്ഡികളാന്ന്. ഇത് നല്ല ഇതിലാണല്ലോ പറയണേ. എന്നിട്ട് നിങ്ങളിങ്ങനെ എഴുന്നേറ്റ് പോയി ഇങ്ങനെ വളഞ്ഞ രീതിയിൽ എഴുന്നേറ്റ് നടന്ന് അവിടെ ഇവിടെയും ജോലി സ്ഥലത്തും അവിടെ നടന്ന് നിങ്ങളുടെ തന്നെ ഒരു വൃത്തികെട്ട നേച്ചർ അങ്ങോട്ട് അവർക്ക് പകർന്നു കൊടുത്തിട്ട് ആ നേച്ചർ ഇങ്ങോട്ട് പകർന്നു കിട്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ആയിരുന്നു കുട്ടി വാങ്ങി ഇങ്ങനെ ശവമാകുമ്പോൾ അപ്പോഴേ മേന്മത വേണ്ട ശവമാവാൻ. ശവപ്പെട്ടി വരെ നിങ്ങൾ സ്വീകരിക്കില്ല. എന്തുകൊണ്ട്? ഇങ്ങനെ ധൈര്യമില്ലാണ്ട് ഇങ്ങനെ ഒരു വൃത്തികെട്ട നേച്ചർ അവിടെ അങ്ങോട്ട് പകർന്നു കൊടുത്ത് ഇങ്ങോട്ട് പകർന്ന് കിട്ടിയിട്ട് ഒരു തരം വിഡിത്ത രീതിയിൽ നടക്കുകയാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാൻ പറ്റാത്തതെന്ന് അറിയില്ല. അപ്പം ഞാൻ ആ സമയത്ത് 11 വയസ്സിലൊരു രൂപ ഉണ്ട് അവരുടെ. ചെറിയ പിള്ളേരെ വരെ നിങ്ങൾ വഴി തെറ്റിച്ച് വെഡിത്തം പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞാൽ എൻ്റെ കൂടെ ഞാൻ മേടിച്ചു കൊടുക്കും. ഞാൻ എന്ത് പറയാനാണ്? അവരിങ്ങനെ നടക്കും. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ചെറിയ പിള്ളേരുടെ മന്ദബുദ്ധി തരം നിങ്ങളും ആവർത്തിക്കുക. നിങ്ങൾ ഉത്തരം മുതിർന്നിട്ട് എന്തെങ്കിലും ചോദിച്ചൊന്ന് പറയാൻ ഇങ്ങനെ തിരിഞ്ഞ് പോണ പോലെ. അതെന്താ അവിടെ അല്ലെങ്കിൽ എന്നോട് ആരും പറയിപ്പിച്ചതന്നെ, എന്നോട് ആരും പറയിപ്പിക്കുന്നില്ലേ? ഞാനും പറയണില്ലേ? ഞാൻ ആരെ കുറിച്ച് നിങ്ങൾ വരപ്പിച്ച് ഞാൻ പറയണില്ലേ? അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട്. എന്നിട്ട് ഏതോ വിഡ്ഢിയോട് ഉപദേശം ചോദിക്കാൻ പോകണം. അവർ മനസ്സ് ചോദിക്കണം. ഇപ്പം എന്നെ ക്രിസ്ത്യാനിയെ കുറിച്ച് സ്വന്തമായി കുറിച്ച് സ്വയം അറിയാത്ത എന്നോട് ചോദിക്കണം. കാരണം പറയുന്നുണ്ടോ എൻ്റെ വിസ്കിയും ബ്രാൻഡി അടിച്ച് ഇങ്ങനെ സിഗരറ്റും വലിച്ച് പുതിയ വീട് വരെ ഒരു തരം വളഞ്ഞ രീതിയിലാക്കുക. എന്നിട്ട് തന്തേനും തള്ളോണ്ടായിരുന്നു കുട്ടി വാങ്ങിപ്പിക്കുക. ഞാൻ ആ സമയത്ത് ഓർക്കുന്നുണ്ട് മമ്മിയുടെ അമ്മ പേഷ്യൻസ് ഡോണ്ട് ബി ഇൻ സച്ച് ഹറി എന്ന് പറയുമ്പോൾ ഞാൻ ഹറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അമ്മയുടെ 8th മാർച്ച്, ഡാഡിയുടെ അമ്മ 8th മാർച്ച് വരിക്കണം. അപ്പോൾ ഞാൻ അന്ന് 23 വയസ്സ് ചിന്തിക്കുന്ന ഓർക്കണം. വെച്ചാൽ ക്ലോക്ക് മനസ്സിലാക്കി പഴയ ക്ലോക്കാണ്. അവിടെ 12 മണി കഴിയുമ്പോൾ 00 എന്ന് കാണിക്കണല്ലേ. 11 കഴിഞ്ഞ് ഇങ്ങനെ 0 വരണേ എന്നാൽ ചിന്തിക്കണം. എന്നുവെച്ചാൽ അങ്ങനെ വരണേ. അത് കഴിഞ്ഞ് 1 എന്നുള്ളത് 13 ചിന്തിക്കണല്ലേ. മൊബൈലിൽ ഇങ്ങനെ വരണേ കാര്യം ഇങ്ങനെ വരണേ. മൊബൈലിൽ ഇങ്ങനെ വരണേ ഡേറ്റ് ഇത് വരണേ. നമ്മൾ 8/20/8/4 2000 എന്ന് പറയുമ്പോൾ 2000 എന്ന് പറയുമ്പോൾ 00 എന്നുള്ളത് 200 8 8 8 3 = 1+2 3 ആണ്.
88 എന്ന രീതിയിൽ ഈ 20 കൂട്ടി 8 8 8 3 8 2000 എന്ന രീതിയിൽ 3 8 8 8 8 യേശുയുടെ ചിഹ്നം കാണ്ടാവണ പോലെ 26 എന്നുള്ള യഹോവയുടെ സമയമാണ്. 2+24 കൂട്ടി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കണല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കണം ആ 7-5 മാസം, അത് ഞാൻ 7-5 ജനിച്ചത്, 5+7 12, 1 ഓഗസ്റ്റ് 1+2 ഓഗസ്റ്റിൻ്റെ 7-8 മാസം ഞാൻ പറയുമ്പോൾ 1 കഴിഞ്ഞ് 2 ഓഗസ്റ്റ് വരുമ്പോൾ 1+2 3 3 ക്ലാസ്സിൽ ചേരേണ്ടത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ചേർന്നു. 5 6 95 96 7ാം ക്ലാസ്സിലാവുണ്ട്. പക്ഷേ 6ാം ക്ലാസ്സാണ് 2000 കാണിക്കണേ. 1+2 3 8 മാർച്ച് 3 8 അത് മാമ മരിച്ച ഡേറ്റിൽ അമ്മയുടെ അമ്മ നാനിയുടെ ഡേറ്റ് 8 മാർച്ച് ഞാൻ ചിന്തിക്കണല്ലേ. അതോട് ചിന്തിച്ചിട്ട് ഉറങ്ങി പറയണം. അപ്പോൾ ഞാനങ്ങനെ വിളിച്ചേൽപ്പിക്കേണ്ട രീതിയൊന്നും വരണല്ലേ. 1+2 7-5 ജനിച്ചു. അവിടെ 7-5 മാസത്തിൻ്റെ 8ാമത്തെ മാസം വരുമ്പോൾ ഓഗസ്റ്റ് 1 2 5+7 12 1+2 3 1 2 ഓഗസ്റ്റ് വരുമ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കണല്ലേ. അപ്പോൾ ഞാൻ വിളിച്ചോണ്ട് അമ്മമ്മയെ റോസ്റ്റിൻ്റെ കാര്യം അത് ഉണ്ടാക്കി പറഞ്ഞ പോലെ ഉണ്ടാക്കി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിത്തൗട്ട് നീഡ് എന്തെങ്കിലും പറഞ്ഞിട്ട് ടോക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അമ്മമ്മ എഴുന്നേൽക്ക് റോസ്റ്റിൻ്റെ കാര്യമുണ്ട്. അവർ ഉയരം ആ രീതിയിൽ നിൽക്കുന്നുണ്ട്. അമ്മമ്മ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞാലും ബുദ്ധി തിരിച്ച് നെഞ്ചിട്ട് പൊതിച്ച് വരണ രീതി വരണല്ലേ. വന്നു കഴിഞ്ഞാൽ വേദനയിലാണ്ട് നടക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തുടങ്ങേണ്ട രീതി, ഇപ്പോൾ ചെയ്യേണ്ട രീതിയിലുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അരുന്നൂട്ടി വാങ്ങി തുടർന്നോ. അപ്പോൾ അത് പിന്നെ അപ്പാപ്പിന് അങ്ങനെ അപ്പാപ്പിന് പോകേണ്ട കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഉയർത്തിട്ട് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. പൊടി ഉണ്ടായാലും അതിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മോർച്ചറിയിൽ കൊണ്ടുപോകുന്നത് വെച്ചാൽ സൈന് ഇടാൻ മുമ്പ് അപ്പം എഴുന്നേൽക്കുക പുതിയ തിരിച്ച് നെഞ്ചിട്ട് പൊതിച്ച് ആ 23 വയസ്സ് കഴിഞ്ഞ് ചിന്തിക്കുന്ന മൊബൈലൊക്കെ കണ്ടിട്ട് അതിൽ 20:08 സമയമാണല്ലോ. 0:0 സമയം എന്നൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവണേ. 2007 2006 മൊബൈൽ കിട്ടണല്ലോ, പഴയ മൊബൈൽ 2010 കിട്ടണുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ നീങ്ങാണ്. റോസമ്മയുടെ പപ്പ മരിക്കുമ്പോഴും ശരി, പക്ഷേ ആ സമയം കാലം അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ആ രീതി തന്നെ വരണം. അപ്പം മരിച്ചിട്ട് അച്ഛന്മാരെന്തെങ്കിലും പറഞ്ഞ് ബുദ്ധി തിരിച്ച് നെഞ്ചെടുപ്പ് തിരിച്ച് ഉയർത്തെഴുന്നേറ്റ ചെറിയ പിള്ളേരോട് എന്ത് പറപ്പിച്ചെന്താ എന്നോട് ആരും പറപ്പിച്ചിട്ടില്ല വെടിത്തം. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ ഉയർക്കുന്നത് ഇങ്ങനെ വേറെ എലിസബത്ത് എന്താ ഉറപ്പിക്കാനോ കിഡ്നി ഡിസീസ് ഇല്ല, ലിവർ ഡിസീസ് മരിച്ച, ഹാർട്ട് അറ്റാക്ക് മരിച്ച എന്താ പേര് എലിസബത്ത്. അപ്പോൾ എഴുന്നേൽക്കെന്ന് പറഞ്ഞാൽ ബുദ്ധി തിരിച്ച് നെഞ്ചെടുപ്പ് വെച്ച് ഉയർത്തു വേദന ഇല്ലാണ്ട്. ചിലപ്പോൾ അങ്ങനെ എപ്പോഴും അവരെ കയ്യിൽ പിടിക്കണമെന്നില്ല, വല്ല വൃദ്ധസദനത്തിലായിട്ട് വരും, അല്ലെങ്കിൽ നോക്കി ഭക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ. എല്ലാം നിങ്ങൾ വെടുത്തം അതേപടി റിപ്പീറ്റ് ചെയ്യുക. വിസ്കി കുടിച്ച് ബാൻഡി അടിച്ച് സിഗരറ്റും വലിച്ച് വീട്ടിലാകെ എല്ലാം കൊലാക്കി. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയാണ്ടിട്ട് വരണേ. അതുകൊണ്ട് തന്നെ പറയണേ യേശുവ ജഡ്ജ്മെൻ്റ് ആയിട്ട് വരണേ. സ്വാഡാണ് ഫാമിലിയിൽ കൊണ്ടുവന്നാണ്, ആ രീതിയിലാണ് വരണേ എന്ന് പറയണേ. ഇപ്പം എൻ്റെ വീട്ടിൽ അമ്മാമ പാപ്പൻ നാന ഈ പീസ് ചത്ത അനിയൻ മാത്രമേ ഉള്ളൂ ചോട്ടാവുന്നത്. അപ്പോൾ മനസ്സിലാക്കുക ഏത് രീതിയിലാണ് ഞാൻ കാണണേന്ന്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് വരണേ. ഒരു 5 പേര് മരിച്ചിട്ടുണ്ടോ ഇനി മനസ്സിലാക്കുക ഏത് രീതിയിലാണ്. ഞാൻ എല്ലാ ഫ്യൂണറലിന് പോകുമെന്ന് പറയേണ്ടത് അതുകൊണ്ടാണ്. എല്ലാ ഫ്യൂണറലും അച്ഛന്മാരാരെയും മനസ്സിലാക്കി സംസാരിക്കണ രീതി വരണേ. അതിലിങ്ങനെ പറയും, ഇങ്ങനെ വിളിച്ച് ആശ്വസിപ്പിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കും. എഴുന്നേറ്റില്ലെങ്കിൽ ഏതോ റിസറക്ഷൻ നോ റിസറക്ഷൻ. യേശു ഇസ് നോട്ട് എ വെരി നൈസ് പേഴ്സൺ. നല്ലത് ചെയ്തിട്ടാണെങ്കിലും നല്ലത് ചെയ്തതാണെങ്കിലും അത് യേശു ഒരു വാരിയർ ഫാമിലി എന്ന് പറയണത്. ഒരു യുദ്ധമുറ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വാരിയർ ഫാമിലി എന്ന് പറയുന്നതുകൊണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് കിങ് ആയിട്ട് വരണേ. ആൾക്കാർക്ക് ഭയം ഉണ്ടാവും, പക്ഷേ ഈ വെടിത്തെ റിപ്പീറ്റ് ചെയ്ത് ആയിരുന്നു കുട്ടി വാങ്ങും. അതാണ് വാരിയർ ഫാമിലി എന്ന് പറയുന്നത്. ജഡ്ജ്മെൻറ്റ് അത്രയ്ക്കും നല്ലതായിരിക്കില്ല. അത് സാക്രിഫൈസ് ചെയ്ത് മിണ്ടാണ്ട് സഹിച്ചു എന്ന് പറയുന്നത് എന്താ ആദ്യം. അവിടെ കുമ്മൊട്ടി കൊഹയാൽ കുമ്മുക എന്താ ചെയ്യുക, ഓടി നടക്കും, കുടിച്ച് ഡ്രഗ് അടിച്ച് ഓടി നടന്ന് ഡ്രഗ് അടിച്ച് വീഡിയോ വലിച്ച് കുക്കിങ് കഴിച്ച് ശോഷിച്ച വാക്കുകൾ പറഞ്ഞിരിക്കും. അത് ഇവിടെ ഇല്ല. ലവ് ചെയ്യാം, ശോഷിച്ച വാക്കുകൾ പറയലില്ല യേശുവിൽ. ഡ്രഗ് അടിച്ച് നടക്കലില്ല, ബുദ്ധിയില്ലായ്മയിൽ നടക്കണില്ലേ. മിണ്ടാണ്ട് സഹിക്കാന്ന് പറയും, മിണ്ടാണ്ട് സഹിക്കാനും ചെയ്യും. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണല്ലേ. അപ്പോൾ ജഡ്ജ്മെൻറ്റിനാണ് വാരിയർ ഫാമിലി എന്നാണ് പറയുന്നത്. ഐ ഹാവ് ബ്രോട്ട് എ സ്പോട്ട് ഇൻ യുവർ ഫാമിലി എന്ന് നല്ലത് എഴുതിയിട്ടുണ്ട്. ഫാമിലി എന്ന് പറയും വംശാവലിയിൽ. അത് മനസ്സിലാക്കാൻ പഠിക്കും. എടി നിൻ്റെ വെഡ്ഡി ജോലി നിർത്ത്. നീ ബാക്കിയുള്ളവരെ കൊണ്ടായിരുന്നു ഒട്ടി വാങ്ങിപ്പിക്കണേ. അവർ കുടിച്ച് നടക്കും, ഡ്രഗ് അടിച്ച് നടക്കും, നിൻ്റെ വീട്ടിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യണത്. അത് ഞാൻ ചെയ്തിട്ടുണ്ടാ. ഡ്രഗ് അടിച്ച് കുടിച്ച് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് നടക്കണവരിങ്ങനെ ധൈര്യം ഇല്ലാത്തവർ, പേടി വരണവർ, വിഷമം വരണവർ, ദേഷ്യം വരണവർ, മറക്കണമെന്ന് തോന്നണവർ, അത് ഈ കുട്ടിയും കഴിച്ച് ഡ്രഗ് അടിച്ച് ഗ്രൂപ്പിൽ നടന്ന് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് നടക്കും. നീ പല രീതിയിൽ കണ്ടുണ്ട് ഇങ്ങനെയുള്ളവരായിരുന്നു കുട്ടി വാങ്ങാൻ കിടക്കാണ്.
അപ്പോൾ അങ്ങനെ ഇത് ദേഷ്യം വന്നിട്ട് പറയുന്നതൊന്നുമല്ല. ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞ എന്തെങ്കിലും നല്ല പ്രശ്നം അനുസരിച്ച് എന്തെങ്കിലും ഷോപ്പിങ്ങോ എന്തെങ്കിലും പുറത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ച് വന്ന് ഇവിടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി എന്തൊക്കെ ഞാൻ തുടരും. നീ ഡ്രഗ് അടിച്ച് നീയാണ് വിഡ്ഢികൾ അവർക്ക് വെഡ്ഡിത്ത മാത്രമേ അറിയുള്ളൂ. ആ വിഡ്ഢികളെ നീ വീണ്ടും വിഡ്ഢികളാക്കിയിട്ട് നിൻ്റെ ശവം നീ അരുന്ന് മുട്ടി വാങ്ങിയിട്ട് ശവം പോലെ നിൻ്റെ വിഡ്ഢി മോന്തി കൊണ്ട് കടന്നിട്ട് വല്ല കാര്യമുണ്ടാ? ലവ് ചെയ്യാൻ എല്ലാം ചെയ്യാം. പക്ഷെ നീയൊക്കെ ശോഷിച്ച വാക്കുകൾ പറയണേ അല്ല പ്രൂഫ് വേണ്ട, അതിന് ഫിസിക്കൽ വാലിഡേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടും നീ അല്ല ആണെന്ന് പറഞ്ഞ് നിൻ്റെ സമയങ്ങളിൽ അന്നും നീ പറഞ്ഞിട്ടുണ്ടോ അല്ലാണെന്ന്. അതനുസരിച്ച് നീയുടെ എല്ലാ റോസ് ചെയ്യണമെങ്കിൽ ചെയ്തിട്ടും നീ വെഡിത്തെ റിപ്പീറ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കാണ്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇങ്ങനെ ചെയ്ത ഏതോ റിസറക്ഷൻ കിട്ടുന്നത് നീ പറയും നീയാണ് ഏറ്റവും വലിയ വെഡ്ഡി. ഞാൻ ഇപ്പോഴും പറയണോ നീ പറഞ്ഞു എന്ത് ക്ലീശോ എടാ വെഡ്ഡി സ്ത്രീ. ഒരു ക്ലീശോ നിൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടുണ്ടാ? അതിന് ഒടിഞ്ഞ് നടക്കാൻ മാത്രം അറിയാം. അത് മൂത്തരന്നെയും തമ്മിൽ വ്യത്യാസം അറിയാണ്ട് ഫാമിലിയിൽ തന്തയും തള്ളി ബൈബിൾ വായിക്കാണ്ടായിരുന്നു കുട്ടി വാങ്ങി ട്രെയിനിൽ. ഞാൻ എടുത്ത് ചാടണ്ട. ഡ്രഗ് അടിക്കാനും കുടിക്കാനും ബീഡി വലിക്കാൻ ദേഷ്യം വരണ്ടെങ്കിലും വിഷമം വരണ്ടെങ്കിൽ പേടി വരണ്ടെങ്കിൽ അങ്ങനെ നിൻ്റെ വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡ്രഗ് അടിച്ച് നിൻ്റെ വീട്ടിൽ ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് അങ്ങനെ ആണെങ്കിലല്ലേ ഞാൻ അരുന്ന് കുട്ടി വാങ്ങേണ്ട ആവശ്യമുള്ളൂ, എനിക്ക് തിടുക്കം കാണിക്കേണ്ട ആവശ്യമുള്ളൂ എന്തെങ്കിലും വെഡിത്തം ചെയ്യാനായിട്ട്. അതുണ്ടായത്. പക്ഷെ നീ മറച്ച് ചെയ്യണേ ഈ വെഡ്ഡികളായിരുന്നു കുട്ടി വാങ്ങിപ്പിക്കുക. ഈ വെഡ്ഡികൾക്ക് മനസ്സിലുണ്ടാ ഏത് വെഡ്ഡികളാണെന്ന്. പല വെഡ്ഡികളുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു പെട്ടത്തലവേന വീരമുള്ളവൻ, കുരുട്ട്, ഉമ്പാലി മോറൻ. എപ്പോഴും വിചാരിക്കും ഈ പറയുന്നത് നല്ലത് അവരിഷ്ടമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവരെന്നോട് പറയിപ്പിക്കും നീ അവരെ അങ്ങനെ വിളിക്കി, ഉമ്പാലി മോറൻ വിളിക്കി, ഞാൻ അങ്ങനെ കുടിച്ച് നടക്കട്ടെ, അങ്ങനെ ഡ്രഗ് അടിച്ച് നടക്കട്ടെ, അങ്ങനെ പറയും. ഇത് വേറെ ഒറ്റാണ് എൻ്റെ മുഖത്തേക്ക് സംസാരിച്ചിട്ടുള്ളത്. അവരോട് ചോദിക്കുക എന്താ എൻ്റെ മുഖത്തേക്ക് സംസാരിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നത്? ഇത്ര നാൾ കഴിഞ്ഞു എന്നിട്ട് നീ കുറേ പടുവെഡ്ഡികളോട് ഉപദേശം വെച്ചിട്ട് സ്വയം ക്രിസ്ത്യാനായിട്ട് മരിച്ചു കഴിഞ്ഞു എന്ന് പറയണ ഈ വെഡ്ഡി ഇത് എൻ്റെ തന്തയാണോ? അത് മനസ്സിലാക്കാൻ പഠിക്കും. ഏത് ക്രിസ്ത്യാനിറ്റിനെ ഫോളോ ചെയ്യണേ? എനിക്ക് പടുവെഡ്ഡിയോട് ചോദിച്ചിട്ട് പടുവെഡ്ഡിക്ക് ഒന്നും അറിയില്ല, പടുവെഡ്ഡി എന്ന് പറയണം. അപ്പം അതിനനുസരിച്ച് വിസ്കിയും ബ്രാൻഡിയും അടിച്ച് ഈ വെഡ്ഡി പുതിയ വീട് ഉണ്ടാക്കിയിട്ടും അവിടെ ഈ വിസ്കിയും ബ്രാൻഡിയും അടിച്ചിട്ട് സിഗരറ്റും വലിച്ച് നാണം കെട്ട അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചിട്ട് ആ വീട്ടിൽ. അപ്പം ഞാൻ പിന്നെ ഉയർപ്പിക്കാൻ നടക്കാണ് നിൻ്റെ തന്തേനും തള്ളേനെയും എല്ലാം കണക്ഷനായിട്ട് മനസ്സിലായിട്ടും എല്ലാം. ഞാൻ സമയത്ത് തൊടുമ്പോൾ അയാളുടെ ഉയർപ്പിക്കൽ വലിയ അങ്ങനെ അത്ഭുതം ആകുമ്പോഴല്ലേ. അപ്പോൾ അത് നടക്കുള്ളൂ. എന്നിട്ട് അത് പറയാം. എന്നിട്ട് വീണ്ടും ഏത് ക്രിസ്ത്യാനിറ്റിനെ ഫോളോ ചെയ്യാൻ എനിക്കറിയില്ല, വീണ്ടും തെറ്റായ പേരുള്ള ഈ മേരിദാസിനെ കെട്ടിപ്പിടിച്ച് വെഡിത്തം പറഞ്ഞിരിക്കുകയാണ്. എന്തിട്ട് മേരിദാസ്? അതിൻ്റെ പേര് തന്നെ തെറ്റാ. എൻ്റെ വീട്ടുകാരുടെ ഇനീഷ്യൽ മൊത്തം മേരിദാസ് എന്നാണ്. മേരീനെ ആരാധിക്കുന്നവൻ അതന്നെ തെറ്റല്ലേ? അതിൻ്റെ പേരൊന്നും മാറ്റാൻ പറ്റാത്ത വേറെ വല്ല പേരിട്, വല്ല ബ്ലെസ്സിങ് അങ്ങനെ വല്ല പേരിട്. പേര് മാറ്റാൻ പറയാം അതിനോട്. എല്ലാം തെറ്റിന് തെറ്റാക്കട്ടണേ. നീ മനസ്സിൽ ഗ്ലീഷോ ഒന്നും പറയാം. ഗ്ലീഷോ തെറ്റിന് ഉയർപ്പിക്കാൻ നിൽക്കില്ല. ഓക്കെ സാർ നീ പറയണോടത്ത് പറയും, അത്രേ ഉണ്ടാവുള്ളൂ. അത് പറയണം. നിങ്ങൾ എന്താ ഇവിടെ പറയണമെങ്കിൽ നന്നായിട്ട് അറിയാം. ഏത് ഒരു പടുവെഡ്ഡിയോട് ഉപദേശം ചോദിച്ച് വരാമെന്ന്. പടുവെഡ്ഡിയോട് ഉപദേശം ചോദിച്ചാൽ അവർക്ക് എന്താ അറിയാം എന്ന് പറയണ്ട. അതിൻ്റെ വിസ്കിയും എല്ലാ ബ്രാൻഡി എന്ന് പറയുന്ന ഡ്രഗ് തന്നെയാണ്. ബ്രാൻഡിയും സിഗരറ്റും വലിച്ച് പുതിയ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ അവർ കേടാക്കി. എന്നിട്ട് അവരുടെ തന്തേനെ തള്ളേനെ ഉയർപ്പിക്കാൻ പോണത്ര. എല്ലാം മനസ്സിലാക്കി. അത് വലിയ അത്ഭുതമൊന്നുമില്ല, ഇങ്ങനെ ഉയർപ്പിക്കലുണ്ടാവുള്ളൂ. എന്നിട്ട് ഈ പടുവെഡ്ഡി ഇപ്പോൾ പേര് ഒരു ബ്ലസ്സിന്ന് വല്ലതാണ് അതിൻ്റെ പേര്, മേരിദാസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ തെറ്റായിട്ടുള്ള മേരീനെ ആരാധിക്കണവൻ്റെ ഫാമിലി മൊത്തം ഇനീഷ്യൽ അതിനും ഒരു കൂട്ടും പിടിച്ച് വിഡിത്തം പറഞ്ഞിരിക്കുകയാണ്. എടാ യേശുവാണ് യൗസപിതാവ് ഇതുപോലെ ഡ്രങ്കാർഡും വിസ്കിയും ബ്രാൻഡിയും അടിച്ച് സിഗരറ്റ് വലിക്കണവനാണെങ്കിൽ അതിന് മധ്യസ്ഥം വെച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. ഒരു മധ്യസ്ഥനുള്ളത് പറയണ്ട, അതും തെറ്റ്. റോമൻ കാത്തലിക് മൊത്തം തെറ്റ്. അവരുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ ചെയ്യുന്നത് തെറ്റ്. വിസ്കിയും ബ്രാൻഡ് എടുത്ത് സിഗരറ്റും വലിച്ച് പുക വലിച്ച് എപ്പോഴും ഞാൻ താഴെ ഇറങ്ങി വരുമ്പോൾ പറയാം ഹോള് മൊത്തം സിഗരറ്റിൻ്റെ മണം. സ്കൂള് വിട്ട് കഴിഞ്ഞാൽ വീട് മൊത്തം സിഗരറ്റിൻ്റെ മണം. ഇതാരെ ചെയ്യണേ? ഞാൻ ചെയ്യണേ? എടാ ഞാൻ ചെയ്യാൻ പോകില്ല എന്നറിയാം. പിന്നെ അവിടെ ഗുഡ്കിയും ബീഡിയും വലിച്ച് നടക്കണമാണ്. എടാ അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യില്ലേ? നിൻ്റെ വെഡിത്തം ഞാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ എത്ര നാൾ കഴിഞ്ഞാൽ ചെയ്തിട്ട് അപ്പോഴേ മനസ്സിലാക്കണം അതിൻ്റെ സ്ട്രെങ്ത് എന്താണ്. നിൻ്റെ ഡിപ്പെൻഡ് ചെയ്യേണ്ടെങ്കിൽ നിൻ്റെ വെഡിത്തം കൂമുക്കോയം കുമ്മുട്ടി ചെയ്യണ പോലെ നിൻ്റെ ഡ്രഗ് അടിക്കണം ഡിപ്പെൻഡ് ചെയ്യേണ്ടെങ്കിൽ നിൻ്റെ സിഗരറ്റ് വേണ്ടി ഞാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടെങ്കിൽ നിൻ്റെ വെഡിത്ത വാക്കുകൾ ഞാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടെങ്കിൽ പ്രൂഫില്ല, ഫിസിക്കൽ വാലിഡേഷൻ ഇല്ല എന്ന് പറഞ്ഞു യേശുവയുടെ കമ്മിങ്ങിന്. അതിന് പേര് വേറെ ആയിട്ട് വരാമെന്ന് പറയും. നിൻ്റെ വെഡിത്തം ഡിപ്പെൻഡ് ചെയ്യേണ്ടെങ്കിൽ നിൻ്റെ ഡ്രഗ് അടിച്ച് കുടിച്ച് ബീഡി അടിച്ച് സിഗരറ്റ് അടിച്ച് എത്ര നാൾ നടക്കണമായിരുന്നു? ദേഷ്യം വരണ്ടെങ്കിൽ നിൻ്റെ വിഷമം വരണ്ടെങ്കിൽ
നിന്റെ വെഡ്ഡി ക്വാളിറ്റി നിന്റെ മറക്കണം എന്ന് തോന്നണ്ടങ്ങ, നിന്നെ ധൈര്യമല്ലങ്ങ, പേടി വരണ്ടങ്ങ. ഇതൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്ത് നടക്കണമായിരുന്നു. ഇത്ര നാളുണ്ടാവും, 112 വയസ്സ് വരെ നീ തുടരും ഇതുപോലെ ഇല്ല. അപ്പം നീ ഏതോ വിഡ്ഡീനെ അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിന്റെ പോലത്തെ ഒരു വിഡ്ഡി അവരെ വിഡ്ഡികളാക്കാൻ നിൽക്കേണ്ടത്. ഇപ്പോഴും ആ വിഡ്ഡിത്തം അവരുടെ തലേന്ന് മാറ്റാണ്ട് എഴുന്നേൽക്കുക, ഈ ഡ്രസ്സ് അണിയുക, ചെകുത്താൻ വെട്ടികൾ അണിഞ്ഞൊരുങ്ങി നടക്കുക. ഈ വെഡിത്തം വായനവർ പറയാം വെഡിത്തം കേൾക്കാൻ പോകാനും വെഡിത്തം പറച്ചിലാന്നത്, എന്നിട്ട് സ്വയം മരുന്ന് കൂട്ടി വാങ്ങലാന്ന്. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലത്തെ അറ്റ്മോസ്ഫിയറും ആ വീട്ടിലെ അറ്റ്മോസ്ഫിയറും കുടിച്ച് നടക്കുന്ന അറ്റ്മോസ്ഫിയറും എല്ലാം കേടാക്കി നിങ്ങൾ ഒരു തരം വെഡിത്തത്തിലൂടെ നീങ്ങുക. എന്നിട്ട് അവർ ഉയർപ്പിക്കാൻ പോകണല്ലേ സമയത്തിന് നീങ്ങാം. ഞാൻ ജസ്റ്റ് അങ്ങനെ ചിന്തിക്കുക, അന്നൊന്നും ചിന്തിക്കണ പറയും, 23 വയസ്സ് കഴിഞ്ഞ് ചിന്തിക്കണ കാര്യം പറയണേ. എന്നിട്ട് തോണ്ടി അല്ലെങ്കിൽ പറഞ്ഞ് അവസ്ഥയ്ക്ക് അറിയണ്ട പറഞ്ഞാൽ അങ്ങനെ പോകണില്ലേ. ബുദ്ധി വെച്ച് നെഞ്ചെടുപ്പ് വെച്ച് അങ്ങനെ വേദനയിലാണ് നടക്കാൻ പറ്റുന്ന രീതി വരാണ് അങ്ങനെ വരുമെന്ന് പറയാം. ഇനിയുള്ള നമുക്ക് നോക്കാം. ഇനി ഫാമിലിയിൽ എന്തൊക്കെ ചെയ്യാൻ നടക്കണം. ഇവരെന്നെ 5 പേര് തന്നെ വീട്ടിൽ 5 പേര് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഏതർ റിസറക്ഷൻ ഓർ നോ റിസറക്ഷൻ ആണെങ്കിൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിലാണ് എല്ലാം ശരിയാവുകയാണെങ്കിൽ അതും നോക്കാം. പക്ഷെ നോക്കിയോ, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ഇപ്പോഴും നിങ്ങൾ കേടാക്കിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ നാവുകൊണ്ട്. ഇപ്പം അന്ന് ഈ സിഗരറ്റും ബീഡിയും വലിച്ചും ബ്രാൻഡി അടിച്ചും ഡ്രഗ് അടിച്ചായിരുന്നു കളഞ്ഞായിരുന്നു. ഇപ്പം നിങ്ങൾ നാവുകൊണ്ട്. അപ്പം നിങ്ങളുടെ വിഡിത്തം നിങ്ങളതിനെ സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഹിന്ദിക്കാരും ബീഡി വലിച്ച് കൂട്ടുകാഴ്ച ഇത് പറയില്ലേ, അത് വ്യത്യാസം അറിയാണ്ട് ഈ നിന്റെ വെഡ്ഡിമോതയ്ക്കനുസരിച്ച് വെഡ്ഡിമോത കണ്ടറിയാലോ ഈ വളഞ്ഞ വാക്കുകളാ വായെന്ന് പറയണേ. നാണാവില്ലോടെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ. പിന്നെ ഇതിന് ശവമാവേണ്ട കാര്യം, ഇതൊരു പെണ്ണ് ഇതൊരാണ്. നിങ്ങൾ രണ്ട് വർഗ്ഗക്കാരാണ് വെഡിത്തം പറഞ്ഞിരിക്കണേ. ഒരു വെഡ്ഡി സ്ത്രീ ഉണ്ടല്ലോ, ആദിവാസി സ്ത്രീ ഉണ്ട്. ഇവരൊക്കെ ചത്ത് കഴിഞ്ഞാൽ അവരുടെ മോന്തയിൽ എന്തെങ്കിലും തെളിച്ചുണ്ടടാ വെഡ്ഡി, ഒറ്റ തെളിച്ചല്ലേ. എത്ര എൻ്റെക്കാളും നേരത്തെ ഇവരൊക്കെ ചാവും, ഉറപ്പിച്ച് ഞാൻ പറയണം. ഏത് വയസ്സിനാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കുടിച്ച് നടന്ന് വായിന്ന് വരണ വെഡിത്തം കേട്ടറിയാലോ എന്താ ശരിയെന്ന്. എരന്ന് കൂട്ടി വാങ്ങാൻ കത്തി കരിഞ്ഞവരും ആക്സിഡൻ്റ് ആവണവരും എന്തൊക്കെ വെഡിത്തം കാണിച്ച് വെറുതെ മക്കളുണ്ടാക്കുക, വെറുതെ ഭാര്യയും കൊണ്ട് വെഡിത്തം പറയിപ്പിക്കുക, സ്വയം വെഡിത്തം പറയുക, എരുന്ന് കൂട്ടി വാങ്ങുക. കുറേ തന്നെ വഴി കണ്ട് ഇങ്ങനെ പറഞ്ഞ് നടന്നവർ ആക്സിഡൻ്റ് ആയി കത്തി കരിഞ്ഞ് ചാവണവരും ചെറുപ്പത്തിൽ തന്നെ ഒരു 24, 25, 32 വയസ്സിലൊക്കെ എരുന്ന് കൂട്ടി ചാവണം. എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ട കാര്യം എനിക്കറിയില്ല. മനസ്സിലായി ഏതോ പടുവെഡിയോട് ചോദിക്കണ സെലക്ഷനും ശരിയാവാണ്ട് എല്ലാം മനസ്സിലാക്കി ഏത് രീതിയിലാണ് വന്നേക്കണതെന്ന്. അപ്പോഴും ഈ വിസ്കിയും ഡ്രഗ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയല്ലേ, സിഗരറ്റും വലിച്ച് വീടിൻ്റെ അറ്റ്മോസ്ഫിയർ അലങ്കോലാക്കി ഒരു തരം വെഡ്ഡി മ്യൂസിക്കും അതൊക്കെ എല്ലാം കൂടി അലങ്കോലാക്കി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയണ ലാസ്റ്റ് വരെ നടന്നാലും ഉയർപ്പ് നടന്നാലും അങ്ങനെയാവും. അല്ലാണ്ട് ഉയർപ്പ് വലിയ നടക്കാൻ പോകണില്ലേ. ഞാൻ സെലക്ട് ചെയ്യും ആരും ഉയർപ്പിക്കണ്ടേ അതൊക്കെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാം. നിങ്ങൾ വെഡിത്തം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ബാക്കിയുള്ളവർ വെഡ്ഡികളാക്കാണ്. അവർക്കറിയില്ല നിങ്ങളെ സ്വയം വെഡ്ഡികളായിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ വെഡിത്തം ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ഞാനും അതുപോലെ ദേഷ്യം വന്ന്, വിഷമം വന്ന്, പേടി വന്ന്, അല്ലെങ്കിൽ നാണം വന്ന്, അല്ലെങ്കിൽ ഡ്രഗ് അടിച്ച് എന്താ പറയുക ധൈര്യം ഇല്ലാണ്ട് മറക്കണം എന്ന് വിചാരിച്ചിട്ടൊക്കെ ഡ്രഗ് അടിച്ച് കുടിച്ച് നിൻ്റെ പോലെ തന്നെ ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് കുടിക്കുകയും കഴിച്ച് മൂക്ക് പൊടിയും വലിച്ച് എല്ലാ വർഷവും എല്ലാ മിനിറ്റും 2.5 മണിക്കൂറിൻ്റെ സിനിമയൊന്നുമല്ലോ അത്. എല്ലാ മിനിറ്റും എല്ലാം നടന്നേനെ ഉണ്ടായിട്ടില്ല. ഇനിയും നടക്കില്ല. അങ്ങനെ ഒരു 112 വയസ്സ് വരെ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. അതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാം. യേശു എന്താ പറയുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ നിങ്ങളുടെ ഒരു ഒറ്റ ഫിംഗർ കൊണ്ട്, ഒറ്റ വിരൽ കൊണ്ട് ബെഡിൻ്റെ കോർണർ, ഇത്ര വലിയ വെയിറ്റുള്ള ഉണ്ടാക്കിയ ബെഡ് ഒരു കട്ടലയുടെ തുമ്പുകൊണ്ട് അതിൻ്റെ കോർണർ ഒളുക്കി പൊന്തിക്കാൻ പിടിച്ച് ഒരു വിരലുകൊണ്ട് പിടിച്ച് ഒരു വലിയ കബോർഡ് ഉണ്ടോ, ആ കബോർഡിൻ്റെ ഏറ്റവും അടുത്ത തൂണിൻ്റെ മുകളിലേക്ക് വെക്കാൻ നോക്കുക. അത് പറ്റില്ല. അപ്പോൾ അത് ഇമ്പോസിബിളാണ് തന്നെ തോൽപ്പിക്കാൻ. അത് മനസ്സിലാക്കാൻ പഠിക്കുക.